ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ റെസ്പെക്റ്റ് ചെയ്യണം, വിലയും നിലയും വെക്കണം എന്നൊക്കെ ട്രംപിനോട് പറയാനും അല്ലെങ്കിൽ ബൈഡനോട് പറയാനും അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനോട് പറയാനും ഏത് തരത്തിലാണ് ഇന്ത്യൻ ജനതക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരിക്കോ അധികാരമുള്ളത്? സത്യം പറഞ്ഞ പാട്ടവർക്കികളെപ്പോലെ അമേരിക്കൻ ഒരു പൗരനും ഇന്ത്യയിൽ കിടന്ന് നിരങ്ങുന്നില്ല, ഒളിവിൽ താമസിക്കുന്നില്ല, അനധികൃതമായി വന്നു നിൽക്കുന്നില്ല. അവരെ പൗരന്മാരെല്ലാ സ്ഥലത്ത് പോയാലും അവരവരുടെ കാര്യം കഴിഞ്ഞ് അവരവരെ പണം ചെലവാക്കി അവരവരുടെ ലക്ഷ്യത്തിന് വന്ന് അതും വേണ്ട എല്ലാവിധ രേഖകളുമായി വന്ന് മാന്യമായി അവർ തിരിച്ചു പോകും. എന്നാൽ ഇന്ത്യൻ പൗരന്മാർ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ പൗരന്മാരോ ബംഗ്ലാദേശിലെ പൗരന്മാരോ ആഫ്രിക്കയിലെ പൗരന്മാരോ അതല്ലെങ്കിൽ ഇത്തോപ്യയിലെ പൗരന്മാരോ സോമാലിയ പൗരന്മാരോ ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ പൗരന്മാരോ അമേരിക്കയിൽ ചെന്നിട്ട് എന്താ ചെയ്യണത്? അവർ സ്വന്തം രാജ്യത്ത് ചെയ്യുന്ന ക്രിമിനൽ പോലെ തന്നെ ഒളിവിലും അറിയാതെയും രേഖകളില്ലാതെയും ചെന്ന് നിൽക്കുകയാണ്. ആ ജനത അവിടെ കാണിക്കുന്ന സകല റെസ്പെക്റ്റും അവർ വിലയിരുത്തുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ സംസ്കാരമാണെന്നാണ്. അങ്ങനെയുള്ള സംസ്കാരം നിലനിർത്തുന്ന രാജ്യത്തെ അതിനേക്കാൾ ഉന്നതമായ സംസ്കാരങ്ങളിലൂടെ ഓരോ രാജ്യങ്ങളിലും പോയി തിരിച്ചു വരുന്ന പൗരന്മാരുള്ള അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഇന്ത്യയെ റെസ്പെക്റ്റ് ചെയ്യുക? എങ്ങനെ ബംഗ്ലാദേശിനെ റെസ്പെക്റ്റ് ചെയ്യുക? സത്യം പറഞ്ഞാൽ ഇത്രയോ ദൂരെ കിടക്കുന്ന രാജ്യത്തേക്ക് 45 ലക്ഷമൊക്കെ ചിലവാക്കി ബ്രോക്കർമാർക്ക് കൊടുത്ത് ഏജൻറ്റിന് കൊടുത്ത് ഇവിടെ നിന്ന് കടൽ കടന്നു പോയി അവിടെ ഒരു രേഖയില്ലാതെ ഒരു വിദ്യാഭ്യാസം അല്ലാതെ ഒരു അറിവുമില്ലാതെ ആ രാജ്യത്തിൻ്റെ പേരും ചൂരും കളയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനത പോയി നിന്ന് കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ അത് കുറ്റവാളിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. അവരെ രാജ്യം ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യൻ ജനത അങ്ങനെ തേരാപാരകളായി തെണ്ടികളെ പോലെ ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ തെണ്ടികളാക്കിയതിൻ്റെയും ഇതുപോലെ കൈവലങ്ങ് അണിയിച്ച് സ്വന്തം രാജ്യത്തേക്ക് അതും മിലിറ്ററി വിമാനത്തിൽ ഒറ്റ കക്കൂസുള്ളതിൽ 200-300 വരേണ്ട ഗതികേടിൽ എത്തിച്ചത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും അതിനെ സഹായിക്കുന്ന മറ്റു അംഗങ്ങളുമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും തന്നെ ഇന്ത്യൻ ജനത കൊടുക്കുന്ന നികുതിയോ ഇൻഷുറൻസോ ടാക്സിയോ കൈയിട്ട് വാരി തികയണില്ല. പിന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് വല്ലതും കിട്ടുമോ? അങ്ങനെ വരുമ്പോൾ കുടുംബം ജീവിക്കാനോ സ്വന്തം വിദ്യാഭ്യാസം നേടാനോ ഏതെങ്കിലും തരത്തിൽ കഴിച്ചിലാവാനോ വേണ്ടിയാണ് ഇവരൊക്കെ അമേരിക്കയ്ക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഒളിവിലുള്ള പോക്കാണ്. അങ്ങനെ ഒളിവിലും ചാടിക്കടന്നും ചെല്ലുന്നവർക്ക് ഏത് രാജ്യവും ചെയ്യുന്ന ഒരു മര്യാദ തന്നെയാണ് അമേരിക്കയും ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്തത്. പക്ഷേ പറയാം ഇന്ത്യയോട് അങ്ങനെ ചെയ്തില്ല.